നമസ്കാരം. ഭരണഘടനയിൽ ഇനി മതേതരത്വവും സോഷ്യലിസവും വേണോ എന്ന് ആലോചിക്കണം. പറഞ്ഞത് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെയാണ്. ഇന്ത്യ ഭരിക്കുന്നത് BJP ആണെങ്കിലും പിന്നിൽ ചരട് വലിക്കുന്നത് RSS ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പ്രസ്താവന അതീവ ഗൗരവമുള്ളതാണ്. പ്രധാനമന്ത്രി പറയുന്നത് പോലെ തന്നെ ഒരു നയപ്രഖ്യാപനവുമാണ്. ഇന്ത്യയെ ഇന്നത്തെ രൂപത്തിൽ നിലനിർത്തുന്നത് 3 കാര്യങ്ങളാണ്: മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും. അതിൽ മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളഞ്ഞാൽ പിന്നെ ജനാധിപത്യം ഒരു പാഴ്വാക്കാകും. എല്ലാ പൗരന്മാർക്കും തുല്യനീതി എന്ന സങ്കല്പമാണ് സോഷ്യലിസം. എല്ലാ മതങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യമാണ് മതേതരത്വം. മതേതരത്വം ഇല്ലാതാക്കുക എന്നാൽ മതരാഷ്ട്രം ആവുക എന്നാണ് അർത്ഥം. കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ സർക്കാർ ചടങ്ങിൽ പൂജിക്കാനുള്ള നീക്കവും ഇതേ വഴിയിൽ വന്നതാകണം. സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. മതേതരത്വം വെട്ടി നീക്കുമോ RSS? ഇന്ത്യയിൽ ദേശീയ ഭാഷയും ദേശീയ പുഷ്പവും ദേശീയ മൃഗവും ദേശീയ വൃക്ഷവും ഒക്കെയുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല, അതായത് ദേശീയ മതമില്ല. അതാണ് നെഹ്റുവും അംബേദ്കറും വിഭാവനം ചെയ്ത വിശാലമായ ഇന്ത്യ. മതരാഷ്ട്രങ്ങൾക്കും ദേശീയ മതമുള്ള രാഷ്ട്രങ്ങൾക്കുമെല്ലാം ഇന്ത്യയുടെ ബദലായിരുന്നു അത്. ദേശീയ മതം ഇല്ലാത്ത രാഷ്ട്രമായ ഇന്ത്യ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മതേതരമായിരുന്നു. നെഹ്റു തന്നെ എഴുതിയത് വായിക്കുക. മതവും രാഷ്ട്രീയവും കൂടിക്കലരുന്നതിലും വലിയ അപകടം വേറെയില്ല. വർഗീയതയുടെ രൂപത്തിൽ അത് വരുന്നതിനെയാണ് നാം ചെറുക്കേണ്ടത്. ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാകും. ഇങ്ങനെ മതേതരത്വ സങ്കല്പം ഏറ്റവും വ്യക്തമായി വരച്ചിട്ട് രാജ്യത്തിന് മാതൃക കാണിച്ച ആളാണ് നെഹ്റു. നെഹ്റു നാസ്തികനായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നില്ല. എന്നാൽ ഗാന്ധിജി ഭക്തനായിരുന്നു. ഏറ്റവും മതേതരത്വത്തോടെ ദൈവവിശ്വാസിയായി എങ്ങനെ നിലനിൽക്കാം എന്ന് പഠിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ വിശ്വാസികളായ ലക്ഷങ്ങൾ മാതൃകയാക്കിയതും ഗാന്ധിജിയെയാണ്. ഹേ റാം എന്ന് വിളിക്കുമ്പോഴും ഹേ റഹീം എന്നുകൂടി അതിന് അർത്ഥമുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആ ആഘോഷങ്ങൾക്കൊന്നും നിൽക്കാതെ ബംഗാളിലേക്ക് ഗാന്ധിജി പോയത് അതുകൊണ്ടാണ്. അവിടെ കലഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നടുവിൽ ഒരു വൻമതിലായി പ്രാർത്ഥനയുടെ അകമ്പടിയോടെയാണ് നിന്നത്. ഗാന്ധിജിയുടെ ആ പ്രാർത്ഥനയെ മറ്റു മതവിഭാഗങ്ങൾ സംശയത്തോടെ നോക്കിയതുമില്ല. സ്വന്തം മതത്തിൽ നിന്ന് തന്നെയാണ് ഗാന്ധിജിക്ക് ഭീഷണിയുണ്ടായത്. സ്വന്തം മതവിഭാഗക്കാർ തന്നെയാണ് ഗാന്ധിജിയെ ഇല്ലാതാക്കിയത്. BJP രാജ്യം ഭരിക്കുമ്പോൾ RSS ജനറൽ സെക്രട്ടറി പറയുന്നത് ആ സർക്കാരിനെ ബാധിക്കുന്ന നയമാണ്. മതേതരത്വത്തിനെതിരെ RSS നിലയുറപ്പിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണമെന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് പറയാൻ തുടങ്ങിയതാണ്. അന്നൊന്നും അത് രാജ്യത്തെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ രാജ്യം ഭരിച്ചിരുന്നത് മതേതരത്വത്തിലും സോഷ്യലിസത്തിലും വിശ്വാസമുള്ളവരായിരുന്നു. RSS ആണെങ്കിൽ അക്കാലത്തെല്ലാം നിരോധനം നേരിടുന്നത് പതിവാക്കിയിരുന്ന സംഘടനയിൽ. ഇന്ത്യയുടെ ഭരണവുമായി ഒരു ബന്ധവുമില്ലാത്ത സംഘടനയായാണ് RSSനെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്നൊക്കെ RSS പറഞ്ഞിരുന്നത് ആരും ഗൗരവത്തിൽ എടുക്കാതിരുന്നത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള യോഗത്തിലാണ് ഹൊസബലെയുടെ പരാമർശം. ഈ പ്രസ്താവന വരുന്നത് രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന ചർച്ചകൾക്കിടെയാണ്. അടിയന്തരാവസ്ഥയേക്കാൾ കഠിനമാണ് ഇപ്പോഴെന്നാണ് CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറയുന്നത്. മതേതരത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന ബില്ലുകൾ സർക്കാർ ഏകപക്ഷീയമായി പാസാക്കുന്നു. പല നിർണായക തീരുമാനങ്ങളും ചർച്ചയില്ലാതെ ഉത്തരവുകളിലൂടെ നടപ്പിലാക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സമാന്തര ഭരണം നടത്തുന്നു. പ്രതിപക്ഷ സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകളൊക്കെ തടഞ്ഞു വയ്ക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നു. വിമർശിക്കുന്ന പാർട്ടികളെയും നേതാക്കളെയും EDയെയും CBIയെയും ഉപയോഗിച്ച് വേട്ടയാടുന്നു. വിമർശിക്കുന്ന മാധ്യമങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളാണ് അടിയന്തരാവസ്ഥയാണെന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ് രണ്ടും. പിന്നീട് വന്ന സർക്കാരുകളൊന്നും അവ എടുത്തു കളഞ്ഞില്ല. അടിയന്തരാവസ്ഥയുടെ ഉൽപ്പന്നങ്ങളായ ആ 2 വാക്കുകളും ഇനി വേണോ എന്ന് ആലോചിക്കണം. ഇങ്ങനെയാണ് ഹൊസബലെ പറഞ്ഞത്. മതേതരത്വം എഴുതി ചേർക്കാതിരുന്നതിന് ഒരു കാരണമേ ഉണ്ടായിരുന്നു. രാജ്യത്തെ മതേതരത്വം ഇങ്ങനെ അപകടത്തിലാകുമെന്ന ധാരണ ഉണ്ടായിരുന്നില്ല. നെഹ്റുവും അംബേദ്കറും
കർക്കശക്കാരായ മതേതരവാദികളായിരുന്നു. എന്നാൽ മതവും രാഷ്ട്രീയവും കൂടിക്കലർന്നു കിടക്കുന്ന ഇന്ത്യയിൽ അവയെ നിയമപരമായി വേർപെടുത്താനാവില്ലെന്ന് ഇരുവരും കരുതി. അങ്ങനെ വേർപെടുത്തിയാൽ വലിയ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെക്കുമെന്നും അവർ കണക്കുകൂട്ടി. അതൊഴിവാക്കാൻ മാത്രമാണ് ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് ഉപയോഗിക്കാതിരുന്നത്. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ എല്ലാവർക്കുമുള്ള ജനാധിപത്യ രാജ്യമായാണ് വിഭാവനം ചെയ്തത്. എന്നാൽ പിന്നീട് ഹിന്ദു രാഷ്ട്രത്തിനായുള്ള മുറവിളി ശക്തമായപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയത്. അടിയന്തരാവസ്ഥ കാലത്തെ ഏക നന്മ എന്ന് ആ തീരുമാനത്തെ വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ടായിരുന്നു. നന്മയും സത്യസന്ധതയും ഒക്കെ പോലെ മതേതരത്വവും എല്ലാവരിലും ഉൾച്ചേരേണ്ട ഗുണമായിട്ടാണ് നെഹ്റുവും അംബേദ്കറും കണ്ടത്. അത് നിയമം മൂലം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നായി കണ്ടില്ല. മാനവികതയോടെ പെരുമാറണം എന്ന് മനുഷ്യനോട് പറയേണ്ടതില്ല എന്നാണ് വൈപ്പ്. മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മാനവികതയാണ്. അങ്ങനെയൊരു മൂല്യമായാണ് മതേതരത്വത്തെ നെഹ്റുവും അംബേദ്കറും കണ്ടത്. എന്നാൽ ആ നന്മയെ ഇല്ലാതാക്കി മതത്തെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങൾ വ്യാപകമായപ്പോഴാണ് മറിച്ചൊരു ചിന്ത ഉടലെടുത്തത്. മതത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ മതേതരത്വം സാധ്യമാണ് എന്ന നിലപാടുകാരായിരുന്നു നെഹ്റുവും അംബേദ്കറും. സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ വർഗീയതയെ ഇല്ലായ്മ ചെയ്യാം എന്ന് നെഹ്റു കരുതി. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ സഹായങ്ങൾ കിട്ടുമ്പോൾ വർഗീയതയ്ക്ക് സ്ഥാനമില്ലാതെ വരും. മതേതരത്വം അങ്ങനെ അപ്രഖ്യാപിത മൂല്യമായി തന്നെ നിലനിൽക്കും. ഹൊസബലെ ചോദിക്കുന്നത് അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ഇല്ലാത്ത മതേതരത്വം നമുക്ക് എന്തിനാണ് എന്നാണ്. എഴുതി വയ്ക്കാതെ വിശാലമായ മതേതരത്വമാണ് അംബേദ്കർ സൃഷ്ടിച്ചത്. ഇപ്പോൾ ഹിന്ദു രാഷ്ട്രത്തിനായി വാദിക്കുന്നവരാണ് മതേതരത്വം വേണ്ട എന്ന് പറയുന്നത്. അതാണ് അപകടകരം. മതേതരത്വം ഒഴിവാക്കുക എന്നാൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നാണ് അർത്ഥം. 78 വർഷത്തെ നമ്മുടെ അതിജീവനം തന്നെയാണ് അതോടെ പ്രതിസന്ധിയിലാകുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകൾ ഒരിക്കലും പൊറുക്കാത്ത മുറിവുകളായി മാറും. അത് എല്ലാവരും ഓർത്തിരിക്കുന്നത് നന്ന്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.